എൻ്റെ ലൈഫിൻ്റെ 12 വർഷം ഈ ഒരൊറ്റ കാര്യം അറിയാത്തതുകൊണ്ട് വേസ്റ്റ് ആയിട്ടുണ്ട്. അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. സ്കൂളിലും കോളേജിലൊക്കെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ടീച്ചർ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരുമ്പോഴൊക്കെ എൻ്റെ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആകും. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. എന്നാൽ അതേ ഞാൻ തനിച്ചിരിക്കുമ്പോൾ 1000 പെർഫെക്റ്റ് റിപ്ലൈസ് എൻ്റെ മനസ്സിലേക്ക് വരും. അപ്പോൾ ഞാൻ വിചാരിക്കും, ഓ, ഇത് ഞാൻ അവിടെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വേറെ ലെവലാകുമായിരുന്നു എന്ന്. ഈ ഒറ്റ പ്രോബ്ലം കാരണം കൊണ്ട് തന്നെ എൻ്റെ സ്കൂൾ ആൻഡ് കോളേജ് ലൈഫ് വളരെ ആവറേജ് ആയിരുന്നു. എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, ആരും എന്നെ റെസ്പെക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സ്റ്റഡീസിലൊക്കെ ഞാൻ അത്യാവശ്യം മിടുക്കനായിരുന്നു. ആൻഡ് കോളേജ് സെക്കൻഡ് ഇയർ വരെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ ഇഗ്നോർ ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് തോന്നിയിരുന്നത് പഠനമാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതായിരുന്നു. എന്നാൽ തേർഡ് ഇയറിലേക്ക് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എവിടെയാണോ സംസാരിക്കേണ്ടത് അവിടെ ഞാൻ സംസാരിക്കുന്നില്ല. ഈ ഒറ്റ പ്രോബ്ലം കാരണം കൊണ്ട് തന്നെ പല നല്ല ഓപ്പർച്യൂണിറ്റീസും എൻ്റെ ലൈഫിൽ എനിക്ക് നഷ്ടമായി. സോ ഈ ഒരു പ്രോബ്ലത്തെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തു. ഷാറുഖ് ഖാനെ പോലെയുള്ള സെലിബ്രിറ്റീസിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കാണാൻ തുടങ്ങി. സൈക്കോളജി ആർട്ടിക്കിൾസ് വായിക്കാൻ തുടങ്ങി. ഒരുപാടധികം പോയിന്റ്സിനെ ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും കാലം ഞാൻ ചെയ്ത മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന്. കാരണം എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ വീക്കായിരുന്നു. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്ന 5 പവർഫുൾ ടിപ്സിനെ പറ്റിയാണ്. ഇത് ജെനുവൻലി വർക്കാകും. ഞാനും ഇത് യൂസ് ചെയ്താണ് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ആക്കിയത്. ആൻഡ് ട്രസ്റ്റ് മീ, ഇനി ആരും നിങ്ങളെ അനാവശ്യമായിട്ട് ചൊറിയാൻ ധൈര്യപ്പെടില്ല. നിങ്ങൾക്ക് ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കണമെങ്കിലും, ഡേറ്റിങ്ങിന് വേണ്ടി ഒരു പെൺകുട്ടിയെ അപ്രോച്ച് ചെയ്യണമെങ്കിലും, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റിനെ സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഫുള്ളി കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഫസ്റ്റ് പോയിന്റിനെ പറ്റി നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ്, നമ്മളിവിടെ മനസ്സിലാക്കണം, നമുക്ക് മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗേളിനെ പോയി അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ബ്ലാങ്ക് ആകുന്നത് എന്ന്. സൈക്കോളജിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, നമ്മളൊരു ഹൈ അതോറിറ്റിയിലുള്ള ഒരു പേഴ്സണായിട്ട് സംസാരിക്കുമ്പോഴോ, ലൈക്ക് നമ്മളുടെ ബോസ്, ടീച്ചർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺ, ഇതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർഗ്യുമെൻറ്റിൽ ഏർപ്പെടുമ്പോഴോ, ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് പെട്ടെന്ന് കുറയും. കാരണം അപ്പോൾ നമ്മുടെ മൈൻഡിൽ ആയിരക്കണക്കിന് തോട്ട്സുകൾ വന്നും പോയിക്കൊണ്ടിരിക്കും. ആൻഡ് എതിരെയുള്ള ആൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം, ബോഡി ലാംഗ്വേജിനെ കൺട്രോൾ ചെയ്യണം, എന്ത് പറയണം എന്നതിനെ പറ്റി ചിന്തിക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നമ്മൾ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എതിരെയുള്ള ആൾ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കുമെന്നുള്ള ആ ഒരു ഭയം. ഈ ഒരു ഓവർ തിങ്കിങ് നമ്മുടെ ബ്രെയിനിലെ വയറിങ്ങിനെ ഓവർ സ്റ്റിമുലേറ്റ് ആക്കും. സയൻസിൽ ഇതിനെ അമിഗ്ഡല്ല ഹൈജാക്ക് എന്ന് പറയും. ഇതിൻ്റെ അർത്ഥം, നമ്മളൊരു പ്രഷർ സിറ്റുവേഷനെ ഫേസ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളുടെ ലോജിക്കൽ ബ്രെയിൻ, അതായത് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ടെമ്പററി ഷട്ട് ഡൗൺ ആകും. ഇത് കാരണം കൊണ്ടാണ് നമുക്ക് ഒന്നും പറയാൻ സാധിക്കാത്തത്. സോ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നാൽ, നിങ്ങൾ റിയാലിറ്റിയെ ഫേസ് ചെയ്യുക. അതായത് മനഃപൂർവ്വം സ്വയം നിങ്ങളെ തന്നെ ഇങ്ങനെയുള്ള അൺകംഫർട്ടബിൾ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരിക. ലൈക്ക് ക്ലാസ്സിൽ എണീറ്റ് ആൻസർ പറയുക, ഡിബേറ്റ്, ഡിസ്കഷൻ ഇതിലൊക്കെ പങ്കെടുക്കുക, പബ്ലിക് സ്പീക്കിംഗ് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഡിബേറ്റിൽ ഏർപ്പെടുക. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ബ്രെയിനിനെ ഇത്തരത്തിലുള്ള അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ ബ്രെയിൻ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ട് മാറും. നിങ്ങളുടെ ഓവർ തിങ്കിങ് കുറയും, കോൺഫിഡൻസ് വർദ്ധിക്കും. പതിയെ പതിയെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കും. ബട്ട് നിങ്ങളുടെ ഈ ഒരു പ്രാക്ടീസ് എപ്പോൾ വർക്കാകുമെന്നാൽ നിങ്ങളുടെ ബ്രെയിൻ ഷാർപ്പാകുമ്പോഴാണ്. സോ ഇതിനായിട്ട് നിങ്ങൾ പോയിന്റ് നമ്പർ 2 പറ്റി മനസ്സിലാക്കിയിരിക്കണം. ഫ്രണ്ട്സ്, അതിനു മുന്നേ നിങ്ങൾക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ഇമ്പ്രൂവ് ആക്കണം, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് ഇമ്പ്രൂവ് ആക്കണം, ലൈഫിലേക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഇതിനായിട്ട് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ഗ്രോത്തിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്നാൽ, ഇവിടെ നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരാനും വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ദിവസേന നിങ്ങൾക്ക് ലഭ്യമായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണൽ മെൻറ്റർ ഡെയിലി നിങ്ങളെ പുഷ് ചെയ്ത് നിങ്ങളിൽ ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ, ഓവറോൾ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ്ങും നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതെല്ലാം 1-on-1 സെക്ഷൻ ആയിരിക്കും.
സോ ലൈഫിലേക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾക്ക് ഒരു മരം വെട്ടണം. നിങ്ങളത് തുരുമ്പ് പിടിച്ച ഒരു കോടാലിയായിട്ടാണ് വെട്ടാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്കത് വെട്ടാൻ ഒരുപാട് സമയമെടുക്കും, നിങ്ങളുടെ എനർജിയും വേസ്റ്റ് ആകും അല്ലേ? എന്നാൽ ആ ഒരു കോടാലി വളരെ മൂർച്ചയുള്ളതാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വർക്ക് വളരെ ഈസി ആയിട്ട് മാറും. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബ്രെയിനും. നിങ്ങളുടെ ബ്രെയിൻ വളരെ ഷാർപ്പാണെങ്കിൽ അപ്പോൾ ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് സ്മാർട്ട്, ലോജിക് ആൻഡ് ഇമ്പാക്ട്ഫുൾ റിപ്ലൈസ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ ഷാർപ്പാക്കാൻ സാധിക്കും? ഇതിനായിട്ട് വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. അതാണ് ചെസ്സ് കളിക്കുക എന്നുള്ളത്. കാരണം ഇത് വെറും ഒരു ഗെയിം മാത്രമല്ല, ഇത് നിങ്ങളുടെ ബ്രെയിനായിട്ടുള്ള ഒരു എക്സസൈസ് കൂടിയാണ്. കാരണം ഇതിൽ ഓരോ നീക്കങ്ങൾക്ക് മുന്നേയും നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിനിൽ പതിയെ പതിയെ ഒരു ഹാബിറ്റ് ഫോം ചെയ്യും. അതായത് ആദ്യം നിങ്ങളത് അനലൈസ് ചെയ്യാനും പിന്നെ റിയാക്ട് ചെയ്യാനും പഠിക്കും. ആൻഡ് ഇതേ സ്കിൽ റിയൽ ലൈഫിൽ എപ്പോൾ വർക്കാകുമെന്നാൽ എപ്പോഴാണോ നിങ്ങൾക്ക് പെട്ടെന്നൊരു സാവേജ് റിപ്ലൈ കൊടുക്കേണ്ടത് അപ്പോൾ. ചെസ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സുഡോക്കു, ക്രോസ്വേർഡ് പസിൽസ്, റുബിക് ക്യൂബ്സ് പോലെയുള്ള ബ്രെയിൻ ഗെയിംസും കളിക്കാം. കാരണം ഇത് നിങ്ങളുടെ ബ്രെയിനിനെ ആക്റ്റീവ് ആൻഡ് അലേർട്ടാക്കി വയ്ക്കും. ഇതിലൂടെ ഒരു പുതിയ സിറ്റുവേഷനിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുന്നതിന് പകരം അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കും. ഇനി ഒന്നുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനാലിറ്റി ഇമ്പ്രൂവ് ആക്കണമെങ്കിൽ അപ്പോൾ ഡെയിലി ബേസിക് മാത്സ് സോൾവ് ചെയ്യുക. നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ് സ്ട്രോങ് ആകും. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡെയിലി ലൈഫിലെ ചെറിയ ചെറിയ സിറ്റുവേഷൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരംഭിക്കുക. ഫോർ എക്സാമ്പിൾ, ഈ കാര്യം എന്താണ് ഇങ്ങനെ? ഈ പ്രോബ്ലത്തിനുള്ള മറ്റൊരു സൊല്യൂഷൻ എന്തായിരിക്കും? ഞാനാണ് ഈ ഒരു സിറ്റുവേഷനിലെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ തിങ്കിങ്ങിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. ഇതിലൂടെ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് ചിന്തിക്കേണ്ടതായിട്ട് വരില്ല. അതിനു പകരം നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി സ്മാർട്ട് ആൻഡ് സാവേജ് റിപ്ലൈസിനെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും, ലൈക്ക് AI പോലെ. ബട്ട് ഇവിടെ നിങ്ങളുടെ ബ്രെയിൻ ഷാർപ്പായാൽ മാത്രം പോരാ, നിങ്ങൾ പറയുന്ന വാക്കുകളും ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ഓറ സ്ട്രോങ് ആവുകയുള്ളൂ. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കുക. പലപ്പോഴും നമ്മളുടെ പ്രോബ്ലം എന്തായിരിക്കുമെന്നാൽ നമ്മളുടെ മനസ്സിൽ ഒരു മറുപടി ഉണ്ടായിരിക്കും, ബട്ട് അത് പുറത്തു വരില്ല. ഇനി പുറത്തു വന്നാലും നമ്മൾ സ്ലോ, കൺഫ്യൂസ്ഡ് ആൻഡ് ലോ എനർജിയിലായിരിക്കും അത് പറയുക. ഇതിലൂടെ നിങ്ങളുടെ ഓപ്പോസിറ്റിലെ ആൾ നിങ്ങളെ സീരിയസ് ആയി എടുക്കില്ല ആൻഡ് നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നാൽ നിങ്ങൾ ദിവസവും 15 മിനിറ്റ് ഈ 2 വോക്കൽ എക്സസൈസ് ചെയ്യണം. നമ്പർ 1, ഒരു പെൻ അല്ലെങ്കിൽ പെൻസിലെടുത്ത് നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഇങ്ങനെ ഹൊറിസോണ്ടലായി വെച്ച് ചില സെൻറ്റൻസസ് പറയുക, ലൈക്ക് ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകും. നിങ്ങൾ ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ വായ ടൈറ്റ് ആയിരിക്കും, വേർഡ്സ് ക്ലിയർ ആയിരിക്കില്ല. എന്നാൽ നിങ്ങൾ ആ ഒരു പെന്നെടുത്ത് അതേ സെൻറ്റൻസ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വാക്കുകളിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കും, ക്ലിയർ ആയി പറയാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സംസാരത്തിൻ്റെ സ്പീഡ് ബെറ്റർ ആയിരിക്കും. ഈ ടെക്നിക്ക് ആക്ടേഴ്സ് ആൻഡ് പബ്ലിക് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒന്നാണ് അവരുടെ വാക്കുകളെ ഷാർപ്പ് ആൻഡ് ഇമ്പാക്ട്ഫുൾ ആക്കി മാറ്റാൻ. ഇനി അടുത്ത ടെക്നിക്കാണ് നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ മൗത്ത് എക്സാജറേറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ ലിപ്സ് ആൻഡ് ജോ കോൺഷ്യസ്ലി കുറച്ചധികം മൂവ് ചെയ്യുക. കാരണം നിങ്ങളുടെ മൗത്ത് ഓപ്പൺ ആൻഡ് ആക്റ്റീവ് ആയിരിക്കുമ്പോൾ അപ്പോൾ ക്ലാരിറ്റി ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വോയിസിൽ വരും ആൻഡ് നിങ്ങളുടെ വാക്കുകൾ കൂടുതൽ സ്ട്രോങ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് മാറും. എന്നാൽ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഒരാൾക്ക് മറുപടി കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഷാർപ്പ് ആൻഡ് സാവേജ് റിപ്ലൈസ് ഒന്നും വരുന്നുണ്ടായിരിക്കില്ല. ഇതിനായിട്ടുള്ള ഒരു സിമ്പിൾ സൊല്യൂഷനാണ് പോയിന്റ് നമ്പർ 4. നിങ്ങളുടെ ബ്രെയിനിൽ നല്ല മറുപടികൾക്കായിട്ടുള്ള എക്സാമ്പിൾസ് ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരിക്കലും ക്രിയേറ്റീവ് ആൻഡ് വിറ്റി റിപ്ലൈസ് നൽകാനും സാധിക്കില്ല. സൈക്കോളജി പറയുന്നത് നമ്മൾ എന്താണോ കാണുന്നത് അതിനെയാണ് നമ്മളുടെ ബ്രെയിൻ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെയും സ്ട്രോങ് ആൻഡ് സ്മാർട്ട് റിപ്ലൈസ് കേട്ടിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് ഒരിക്കലും അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ദിവസവും ഇങ്ങനെയുള്ള കോണ്ടന്റ്സ് കാണുക. എന്തൊക്കെയാണോ നിങ്ങളുടെ ബ്രെയിനിന് ഷാർപ്പ് റിപ്ലൈസ് കൊടുക്കാനുള്ള ട്രെയിനിങ് നൽകുന്നത് അത്. ഇതിനായിട്ട് ഈ 4 ടൈപ്പ് കോണ്ടന്റ്സ് വളരെ എഫക്റ്റീവ് ആയിരിക്കും. നമ്പർ 1, ഡിബേറ്റ്സ്. ഒബ്സർവ് ചെയ്യുക എങ്ങനെയാണ് ആളുകൾ ഇനീഷ്യലി റെസ്പോണ്ട് ചെയ്യുന്നത്, അവരുടെ വാക്കുകളെ സ്മാർട്ട്ലി പ്രസൻറ്റ് ചെയ്യുന്നത് എന്ന്. നമ്പർ 2, സെലിബ്രിറ്റീസിൻ്റെ ഇൻ്റർവ്യൂസ്. അവരുടെ ടൈമിംഗ്, അവരുടെ കോൺഫിഡൻസ്, അവരുടെ ഡെലിവറിയെ നോട്ടീസ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾ ഷാറുഖ് ഖാൻ്റെ ഇൻ്റർവ്യൂസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ലഭിക്കും.
നമ്പർ 3, സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ്. ഇവർ പഞ്ച് ലൈൻസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ടൈമിങ്ങിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് ഇതിൻ്റെ മേലെ ഫോക്കസ് ചെയ്യുക. നമ്പർ 4, ഗ്രേറ്റ് പബ്ലിക് സ്പീക്കേഴ്സ്. ഇവർ എങ്ങനെയാണ് പോസ് എടുക്കുന്നത്, ഇമോഷൻസിനെ യൂസ് ചെയ്യുന്നത് ആൻഡ് അവരുടെ ബോഡി ലാംഗ്വേജിലൂടെ വാക്കുകളെ ഇമ്പാക്ട്ഫുൾ ആക്കുന്നതെന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഈ 3 കാര്യങ്ങളുടെ മേലെ കോൺഷ്യസ്ലി അവെയർ ആയിട്ടിരിക്കുക. അവരുടെ ബോഡി ലാംഗ്വേജ്, ഇമോഷൻസ് ആൻഡ് പോസ് ചെയ്യുന്ന രീതി ആൻഡ് പതിയെ ഇതിനെയൊക്കെ നിങ്ങളുടെ റിയൽ ലൈഫ് കോൺവെർസേഷനിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പോയിന്റ് നമ്പർ 5. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്നാൽ യാതൊരു പ്രാക്ടീസും ഇല്ലാതെ സ്ട്രെയിറ്റായി പ്രഷർ സിറ്റുവേഷനിൽ സാവേജ് റിപ്ലൈസ് കൊടുക്കാൻ ശ്രമിക്കുന്നു. ആൻഡ് ധൃതിയിൽ പല അവ്യക്തമായ കാര്യങ്ങളും പറഞ്ഞ് അവർ സ്വയം എംബാരസിംഗ് ആയി മാറുന്നു. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ടഫ് സോണിലേക്ക് പോകുന്നതിന് മുന്നേ സേഫ് സോണിൽ പ്രാക്ടീസ് ചെയ്യുക. ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ സാവേജ് റിപ്ലൈസ് കൊടുക്കാൻ ശ്രമിക്കുക. സപ്പോസ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിപ്പോയാലും യാതൊരു കുഴപ്പവും നിങ്ങൾക്ക് അവിടെ സംഭവിക്കില്ല. ആൻഡ് വീട്ടിൽ കോൺവെർസേഷൻ്റെ ഇടയിൽ വിറ്റി ആൻസേഴ്സ് കൊടുക്കാൻ ട്രൈ ചെയ്യുക. ആൻഡ് ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ പ്രഷർ ഫ്രീ എൻവിറോൺമെൻറ്റിൽ ട്രെയിൻ ആകും. സോ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഫ്രീസ് ആകാതെ ഒരു പ്രോപ്പർ സാവേജ് റിപ്ലൈ കൊടുക്കാൻ അതിന് സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.